രീതിയാണെന്ന് കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യോ? അപ്പൊ നിങ്ങളും മടവൂരികളും ഇപ്പൊ എന്താ വ്യത്യാസം? അങ്ങനത്തെ ചിലരിപ്പോ നമ്മളെ ഈ കോക്കസിന്റെ കൂടെയുണ്ട്. ശരിയാണ്, പ്രത്യാശമയൊക്കെ ഉണ്ട്. എന്നാലും പള്ളിയിൽ ചേർത്ത് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിക്ക. എന്ത്? ഇവര് ജിന്നർക്കണോല സിറ്റിപ്പള്ളിയിലുള്ളോല്. SIക്ക് എന്ത് ജിന്നർക്കല? ആരാ പറയുന്നത്? നമ്മളെ നവകോക്കസിന്റെ ആള് കേസ് കൊടുത്തിരിക്കുക. അപ്പൊ ഓല് കൂട്ടർ ഇപ്പൊ കുറച്ചാളായിക്ക് നിൽക്കേണ്ടതുണ്ട്. ഞാൻ സോക്കട് മനസ്സിലാവുണ്ടോ? കുറച്ചാൾ അപ്പുറത്തേക്ക് നിൽക്കേണ്ടവരുണ്ട് ഇതില്. അബ്ദുറഹ്മാൻ സലഫിയോടുള്ള കുടിപ്പക കൊണ്ട് ഇപ്പുറത്തുന്ന ചില ആളുകളുണ്ട്. ഒരു കാര്യമല്ല. ഇനിയിപ്പൊ ഞങ്ങളിപ്പോ പറയാണ്, ഈ CP സലീമിനോടുള്ള കുടിപ്പകൊണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. ഇവിടെ ഇതൊന്നും അങ്ങനത്തെ ആളൊന്നും സംരക്ഷിക്കുന്ന പരിപാടി ഇവിടെ അല്ല. ഇത് കൊളാക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് പരസ്പര വിരോധത്തിന്റെ പേരിലല്ല സക്കരിയ സലാഹി അന്ന് മടവൂർ വിഭാഗത്തും അബ്ദുറഹ്മാൻ സലഫി എതിർത്തും ഇന്ന് വരെ എതിർക്കുന്നതും ഒന്നുമില്ല. റുഖിയ ശറയ്യ വേണ്ടതുപോലെ അംഗീകരിക്കാൻ യാത്ര. നിങ്ങൾ നോക്ക്, വിത്റിലെ കുനൂത്ത് തനിച്ച ബിദ്അത്താണെന്ന മടവൂരികൾ വിശ്വസിക്കണത്, സലാം സുല്ലം വിശ്വസിക്കണത്. KNM-ലും കുറെ ആളുകൾ എങ്ങനെയുണ്ട്. എന്നാൽ ഞമ്മക്കൊരു കൂട്ടായ്മ കിട്ടി. കഴിഞ്ഞ കൊല്ലം നമ്മുടെ പള്ളികളിൽ വിത്റിലെ കുനൂത്ത് തുടങ്ങാൻ എന്ത് തടസ്സം നമുക്കുണ്ടായിരുന്നത്? പക്ഷെ പലയിടത്തും തുടങ്ങിയപ്പോ ഫിത്നയായി. കണ്ടതാ ദഹിക്കാത്ത കുറച്ചാൾ ബടിയുണ്ട്. അതന്നെ പ്രശ്നം. പെരിന്തൽമണ്ണ തുടങ്ങി പ്രശ്നമായി, സിറ്റിയിൽ തുടങ്ങി പ്രശ്നമായി. സിറ്റിയിൽ തുടങ്ങിയ പ്രശ്നമായത് പറയാതെ തുടങ്ങിയോണ്ടാണ്. അത് ശരിയാ, പറയണം. ഇന്നലെ വരെ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ആവേശം കൊണ്ടാണ് തുടങ്ങിയല്ല. ഞാൻ ഇന്ന് അവസാനത്തെ റക്കായത്തിൽ ഈത്തിദാലിന് ശേഷം ഇത്തരം കുനൂത്ത് നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ്, അതിന്റെ രൂപം ഞാൻ പറഞ്ഞോണം. ഞാൻ കടവക്കൽ പോയി തുടങ്ങിയാലോ? കടവക്കൽ ഞാൻ പ്രസംഗിച്ച് 2 റക്കായത്തിന്റെ മെമ്പർമൊക്കെ പ്രസംഗിച്ചതാ ഇത്തരം കുനൂത്ത്. അത്